കളമശ്ശേരിയിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരികയാണ്. ഇവിടുത്തെ നാട്ടുകാരനായ പൊതുപ്രവർത്തകനുമായ KH ഇസ്മായിലാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. കളമശ്ശേരി ഒരു ബംഗാളായോ അല്ലെങ്കിൽ അന്യസംസ്ഥാന നാടായോ മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ഭീതിയിലാണ്. കച്ചവട സ്ഥാപനങ്ങളിൽ വരാൻ, സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ളവർ വരാൻ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിപ്പോൾ കളമശ്ശേരിയിലുള്ളത്, സൗത്ത് കളമശ്ശേരിയിലുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് KH ഇസ്മായിൽ നമ്മളോടൊപ്പം പറയുന്നത്. കളമശ്ശേരിയിൽ ഇപ്പോൾ പൊതുവെ അന്യസംസ്ഥാനക്കാരുടെ വർധന കൂടിയിരിക്കുകയാണ്. ഒരു നിയന്ത്രണമില്ലാത്ത വരവല്ലേ അവർ വരുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു പത്രസമ്മേളനം നടത്തിയതിലും കളമശ്ശേരിയിൽ ഒരുപാട് അതിഥി തൊഴിലാളികൾ വന്ന് കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടുകാർ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ കളമശ്ശേരിയിൽ ഉണ്ടായുള്ളൂ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേര്, തൊട്ടടുത്ത് നമ്മുടെ കളമശ്ശേരി റെയിൽവേയുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ വ്യവസായ മേഖല, ഈ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യാൻ വരുന്ന ബംഗാളിൽ നിന്നും, ആസാമിൽ നിന്നും, ഒറീസയിൽ നിന്നും, എനിക്ക് തോന്നുന്നു മറ്റു രാജ്യത്തു നിന്ന് വരെ കുടിയേറി പാർത്തവരുൾപ്പെടെ ഈ കളമശ്ശേരിയിൽ വന്നിട്ടുണ്ട്. സൗത്ത് കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് കളമശ്ശേരിയിൽ ഇന്നൊരു അനാശ്വാസ കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇവിടെ മദ്യ മയക്കുമരുന്ന് അതിൻ്റെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യാപാരികൾ, ഇവിടെ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ മോഷണങ്ങൾ, ഇവിടെ പല വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണങ്ങൾ വരെ ഉണ്ടായി. പക്ഷെ ഇതിൻ്റെ ഒന്നും തുമ്പോളൊന്നും നമുക്കൊരിക്കലും കിട്ടാറില്ല. ഇവരൊക്കെ ഏത് വല്ല ക്രിമിനൽസാണോ, നല്ലവരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ സൗത്ത് കളമശ്ശേരിയുടെ 100 മീറ്റർ തൊട്ടപ്പുറത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ളത്. പോലീസ് എല്ലാ ദിവസവും ഇതിലെ പോകുന്നുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് കോമ്പിംഗ് ഒക്കെ ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഇവിടെ ക്രൈമുകൾ കുറക്കാൻ പറ്റും. പോലീസിന്റെ ശക്തമായിട്ടുള്ള നിരീക്ഷണം ഏത് സമയത്തും ഉണ്ടാവണമെന്നാണ് താങ്കൾ പറയുന്നത്. അതെ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. എല്ലാം ഉണ്ടായിട്ട് പോലും ഇവിടെ പെരുകയാണ്. ഇവിടെ എല്ലാം അതായത് ആക്രമണങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, സ്ത്രീകൾക്കുൾപ്പെടെ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരാൻ പറ്റാത്ത. ഇതിന്റെ വേറൊരു സംഭവം കൂടി, ഇവിടെ രാവിലെ മുതൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ പോലും ഇവിടെ പല രഹസ്യമായിട്ട് പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. ഈ അന്യസംസ്ഥാനക്കാർ തന്നെ, അന്യസംസ്ഥാനക്കാർ, നമ്മുടെ മലയാളീസ് അല്ല, നാട്ടുകാരല്ല, അന്യസംസ്ഥാനക്കാരുടെ അനാശ്വാസ കേന്ദ്രങ്ങൾ കളമശ്ശേരിയിലുണ്ട്, ചുറ്റിപ്പറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചാന്ദിനി പാർക്ക്, ഇവിടെ ബാർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത് നടക്കുന്ന ആക്രമണം, രാത്രി കാലങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ. ഇവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്, അതിൻ്റെ ബാക്കിൽ റെയിൽവേയിലേക്ക് പോകുന്ന വഴിയിലുള്ള ആക്രമണങ്ങൾ. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സൗത്ത് കളമശ്ശേരിയിൽ ഉണ്ട്. ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾക്ക്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു 2-3 കുട്ടികൾ ഇവിടെ കുസാറ്റിലൊരു ട്രെയിനിങ്ങിന് വന്നതാണ്. അവരിവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു ഭയങ്കര ഭയം തോന്നി. അവരെന്നോട്, ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പേടിയായിട്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇത് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള അന്യസംസ്ഥാന തൊഴിലാളികളും എല്ലാം നിൽക്കുന്നതാണ്. ഇതൊരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് കഴിയോ, അല്ലെങ്കിൽ വാർഡ് കൗൺസിലർക്ക് കഴിയോ, അല്ലെങ്കിൽ പോലീസിന് കഴിയോ? ഇതെല്ലാവരോടും ഒരുമിച്ച് നിന്നാൽ ഇതൊരു കൗൺസിലർ ഒന്നും വിചാരിച്ചാൽ ഇതെല്ലാവരും, അത് നാട്ടുകാർ, വ്യാപാരികൾ, അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എത്തുന്നവരിലൊരു നിയന്ത്രണം വേണം അല്ലെ? രേഖ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യമായിട്ട് സർക്കാർ തന്നെ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളോ കമ്പനികളോ അവരെല്ലാവരും അവരുടെ ID പ്രൂഫ് ഉൾപ്പെടെ അവരുടെ കയ്യിൽ വശം വെക്കണം, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ടായിട്ടും അതൊന്നും പലപ്പോഴും പാലിക്കപ്പെടാറില്ല. പല കച്ചവടക്കാരായിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആളുകളെ നമ്മൾ പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു കുറച്ച് 2-3 ആഴ്ച കഴിയുമ്പോൾ അവർ ജാമ്യത്തിലിറങ്ങി ഈ കടക്കാരെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയന്നിട്ട് ആരും പോലീസിൽ പറയുന്നില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള ജോലിക്കാരും കടയുടമകളൊക്കെ പറയുന്നത്. പക്ഷെ അത് നമ്മൾ അങ്ങനെ നോക്കി പേടിച്ചിരുന്നാൽ അവിടെ ആർക്കും ജീവിക്കാൻ പറ്റൂല. എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ കളമശ്ശേരിയെയും അതുപോലെ കേരളത്തെയും പഴയ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അതെ 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 നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമാണ് കളമശ്ശേരിയെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മറ്റു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ അനാശ്വാസ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കളമശ്ശേരി. ഇപ്പോൾ തന്നെ എൻ്റെ പിന്നിൽ നിൽക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇരിക്കുന്നതെല്ലാം.
നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചാൽ 1000, 1200 ഇതിൽ കുറച്ചൊന്നും ഇവരാരും വരാറില്ല. ഒരു 900 രൂപ, 800 രൂപ ഒരു ചെറിയൊരു പണിയുണ്ട് വരോ എന്ന് ചോദിച്ചാൽ പണിക്കാരില്ല. അപ്പോൾ അത്രയും ഡിമാൻഡാണ് ഇവിടെ ഇവർ കാണിക്കുന്നത്. എന്നിട്ട് പോലും ഒരു ദിവസം 1000, 1200 രൂപ, ഒരു ശരാശരി ഒരു മാസം 30,000 രൂപയിലധികം ഇവർക്ക് വരുമാനമുള്ളവരാണ്. എന്നിട്ടും ഇവർ കിടക്കുന്നത് ഈ കടത്തിണ്ണയിൽ കിടന്ന് രാത്രി കാലങ്ങളിൽ ഇവിടെ കിടന്ന് മദ്യപിച്ച് ഇതൊക്കെയാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയെ സംബന്ധിച്ചോളം കളമശ്ശേരിയിൽ ഇപ്പോൾ ഇന്ന് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവർക്കൊരു ശുചിത്വം, അതായത് ശുചിമുറി പോലും കളമശ്ശേരിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഈ വക്കിൽ തന്നെയാണ് ഇവർ നിർവഹിക്കുന്നത്. അതിനുശേഷം ഇവരുടെ ജോലി കാര്യങ്ങളായിട്ട് പോവുകയാണ്. ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാം സഹിക്കുന്നത് കളമശ്ശേരിയിലെ ഈ നാട്ടുകാർ, ഇതിലെ നടന്നു വരുന്ന നാട്ടുകാർക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ട്. ഇതിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ദിവസേന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. നിരവധി വ്യവസായ മേഖലയിൽ ഒരു ആയിരക്കണക്കിന് തൊഴിലാളികളാണ് വ്യവസായം. ഇവരെല്ലാവരും ഇതിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തിരമായിട്ട് ഇവിടെ ഒരു ശുചിമുറിയെങ്കിലും സ്ഥാപിക്കണം. അതല്ലെങ്കിൽ ഇവിടെ വഴിയരികിൽ കിടക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർക്ക് എന്തെങ്കിലും ഒരു നഗരസഭയോ സർക്കാരോ ഒരു നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ഇത് മാറ്റണമെന്നാണ്. വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാരും നാട്ടുകാരും പൊതുപ്രവർത്തകരും പോലീസും കൂടി തന്നെ ഇതിനെ തീർക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. പോലീസിൻ്റെ പരിശോധന രാത്രികാലങ്ങളിലും പകലും ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം.